ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. സോ ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻലി കാരണം ഇന്നലെ നൈറ്റ് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമല്ലോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ റാൻഡംലി നമ്മൾ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ ഉറക്കം വരുമ്പോൾ ഞാൻ ഫോൺ അടിച്ച് വെച്ചിട്ട് കിടക്കും. ഐ നോ ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. കാരണം ഉറങ്ങുന്ന ടൈമിൽ നിന്ന് മിനിമം ഒരു 1.5 hours മുന്നെങ്കിൽ നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കണം എന്നൊക്കെയാണ് സയന്റിഫിക് പറയുന്നത് ഫോർ എ ബെറ്റർ സ്ലീപ്പ്. എനിവേസ് അറിയില്ല, ഞാൻ ആ ഒരു ശീലം മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ കമ്മിങ് ടു ദ ടോപ്പിക്, ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. അതായത് തൻവി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ വീഡിയോ. തൻവി എന്ന് പറയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. അതായത് സിന്ധു കൃഷ്ണയുടെ സിസ്റ്ററിന്റെ മകളാണ് തൻവി. ഇനി സിന്ധു കൃഷ്ണ ആരെന്ന് പെട്ടെന്ന് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ട് സിനിമയിലും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ സുലഭമായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആളാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. പുള്ളിക്കാരന്റെ വൈഫാണ് ഓൾസോ അഹാന കൃഷ്ണ എന്ന് പറയുന്ന ഒരു മോഡലും അതുപോലെ സിനിമ ആക്ട്രസും സിനിമ ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള അഹാന കൃഷ്ണയുടെ അമ്മയാണ്. 4 മക്കളുടെ അമ്മയാണ്. ഓക്കെ, ആ കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സിന്ധു കൃഷ്ണയുടെ സിസ്റ്ററുടെ മകളാണ് തൻവി. തൻവി ഇന്നലെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. ലൈക്ക് ഷി വാസ് സെറ്റിൽഡ് ഇൻ കാനഡ ഫാമിലി ആയിട്ട്. അപ്പോൾ ഫാമിലി ഇൻ ദ സെൻസ് ഹസ്ബൻഡും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ 2 കുഞ്ഞുങ്ങളായിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് കുറേ ആൾക്കാർ തൻവിനെ ബ്ലെയിം ചെയ്യുന്നു, കുറേ ആൾക്കാർ സിന്ധു കൃഷ്ണനെ ഫാമിലിനെ ബ്ലെയിം ചെയ്യുന്നു. ലൈക്ക് തൻവിനെ ഇൻ ദ സെൻസ് ഇത്രയും കാലം നിനക്ക് സ്നേഹം അവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു സിന്ധു കൃഷ്ണ ഇത്രയും കുറെ വ്ളോഗൊക്കെ ചെയ്യുന്നുള്ളൂ, അപ്പൊ അതൊക്കെ അഭിനയമായിരുന്നു. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് കുറെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. ഈ വീഡിയോയില് ആ അമ്മൂമ്മ പറയുന്നുണ്ടായി, അതായത് അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല, അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം പുള്ളിക്കാരി ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിക്കൊന്ന് ഫോൺ വിളിക്കാനോ സംസാരിക്കാനോ ആരുമില്ല. അവളോട്, അതായത് തൻവിയോട് അമ്മൂമ്മ പറയാണ് തൻവി ഒന്ന് വാ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം തൻവി അവകാശപ്പെടുന്നത് അമ്മൂമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ അമ്മൂമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് പുള്ളിക്കാരിനെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ വളർത്തുന്നത് ഈ അമ്മൂമ്മയും അപ്പൂപ്പനുമാണ്. ഡ്യൂ ടു സം അവരുടെ ഫാമിലി ഇഷ്യൂസ്. പുള്ളിക്കാരുടെ അമ്മ ഇപ്പോൾ വേറെ കല്യാണം കഴിച്ചു. ഓക്കെ, അത് അവരുടെ പാർട്ട്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണ്ട. എനിവേസ്, അപ്പം വളർത്തിയ അമ്മൂമ്മയോടും അപ്പനോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് പുള്ളിക്കാരി തന്നെ പറയുന്നു അറൗണ്ട് 9,000 pounds ആണെന്ന് തോന്നുന്നു, അത്രയും സാലറി ഒക്കെ ഉണ്ടായിരുന്നു, അത്രയും ഹൈ പ്രൊഫഷണൽ ലൈഫ് അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആള് അതെല്ലാം രാജിവെച്ചിട്ട് നാട്ടിലോട്ട് വന്നു അമ്മൂമ്മയോടെല്ലാം അപ്പനോടുള്ള സ്നേഹം കൊണ്ടിട്ട്. ആൻഡ് ആൾക്കാർ ചോദിക്കുന്നത് സിന്ധു കൃഷ്ണ എവിടെ, സിന്ധു കൃഷ്ണ ഫാമിലി എവിടെ? എല്ലാവരും വ്ളോഗും കൊണ്ട് ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഈ അമ്മൂമ്മയെ ടേക്ക് കെയർ ചെയ്യാൻ അവരില്ലാത്തത് കൊണ്ടാണോ അമ്മൂമ്മ ഈ തൻവീനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സി, ഞാൻ ഒരിക്കലും സിന്ധു കൃഷ്ണയുടെ പക്ഷം ചേർന്ന് പറയുന്നതോ അല്ലെങ്കിൽ തൻവീനെ ബ്ലെയിം ചെയ്യുന്നതോ ഒന്നുമല്ല. രണ്ടുപേരുടെയും പക്ഷത്തൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ സിന്ധു കൃഷ്ണയുടെ കുടുംബത്തിലെ ആർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ടോ, ഇനി എനിക്കൊന്ന് ജനിച്ചു വന്നത് നിയോമിന് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. സോ ആ കുഞ്ഞ്, അതായത് ആർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ടോ അവരുടെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഞാൻ എല്ലാവരുടെയും, എനിക്ക് കാരണം അവരുടെ ഏറ്റവും കൂടുതൽ എനിക്കിപ്പം അതിൽ ആരാണ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഐ വിൽ ചൂസ് ഹഹാന. കാരണം എനിക്ക് പുള്ളിക്കാരുടെ സ്റ്റൈൽ ഓഫ് എഡിറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്, ആളുടെ പ്രസന്റേഷനൊക്കെ. അപ്പം ഞാൻ ആ കുടുംബത്തിലെ എല്ലാവരുടെയും വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ സിന്ധു കൃഷ്ണ തന്നെ അമ്മേനെയും അച്ഛനെയും ട്രീറ്റ് ചെയ്തതും അവരുടെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അവർക്ക് ഫുഡ്, അവർക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ഫുഡും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തു, സെർവൻസിനെ അറേഞ്ച് ചെയ്തു, വീട് വൃത്തിയാക്കാൻ ആളെ അറേഞ്ച് ചെയ്തു, ഇതെല്ലാം ആ വ്ലോഗിൽ അവരെല്ലാം കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അവർ പ്രത്യേകം പല വീഡിയോസിലും മെൻഷൻ ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും എത്ര വിളിച്ചാലും 1-2 ദിവസം ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും, അല്ലാതെ അവർ വരില്ല. അവർക്ക് അവരുടേതായ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അതിൽ നിന്ന് മാറി അവർ നിൽക്കില്ല എന്ന് പല വീഡിയോകളിലായിട്ട് ആവർത്തി സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. സോ തൻവിയുടെ ഈ വീഡിയോ കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അവരുടെ വ്ളോഗ്സ് മുന്നേ കാണുക. കാരണം ഈ അമ്മൂമ്മയാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും അത് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അമ്മേനെയും അച്ഛനെയും ഞാൻ വേറൊരു വീട് വെച്ചിട്ട് അവരെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും എൻ്റെ സ്വപ്നത്തിലെങ്കിലും അങ്ങനെ നടക്കട്ടെ, എനിവേസ്, അപ്പം ഞാൻ അവരെ അങ്ങോട്ട് ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും 1-2 ദിവസം ചിലപ്പോൾ വന്ന് നിൽക്കുമായിരിക്കും. പക്ഷെ അവർ കണ്ടിന്യൂസ്ലി അവർ വന്ന് നിൽക്കില്ല. അവർക്കൊരു അവരുടേതായ കംഫർട്ട് സോൺ ഉണ്ട്. അവർ പറയുന്നത്, യൂഷ്വലി എൻ്റെ വീട്ടിലെ കേസാണ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും മാറുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചാൽ അവർ പറയുന്നത് ഞങ്ങളുള്ളതും വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ കിടന്നോളാം, ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല.
എന്തായാലും എൻ്റെ വീട്ടിൽ ഇതേ സെയിം സിനാരിയോ ആണ്. ഞാൻ എത്ര അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകാനോ അങ്ങനെ സ്റ്റേക്കേഷൻ വിളിച്ചാലോ ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവർ പറയുന്നത് ഓക്കെ നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങളിവിടെ നിന്നോളാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പം ബാക്ക് ടു ദ ടോപ്പിക്, ലൈക്ക് നമ്മൾ കാട് കയറി പോകുന്നു. യെസ്, അപ്പോൾ സിന്ധു കൃഷ്ണ അമ്മേനെ ഒത്തിരി വട്ടം വിളിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിലും പോയി നിൽക്കുന്നുണ്ട്. ആൻഡ് ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം ഈ നാട്ടിൽ നിന്ന് ചെയ്തത് ഒരിക്കലും ഈ തന്നെയല്ല, സിന്ധുവും സിന്ധുവിന്റെ മക്കളും ഒക്കെ തന്നെയാണ്. പിന്നെ അവര് ഇടയ്ക്ക് വല്ലതും വ്ലോഗ് എടുത്തിടും, അതുകൊണ്ട് നമ്മൾ അറിയുന്നു. അവര് വ്ലോഗിനപ്പുറത്ത് ചെയ്യുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. ഒരു മകള് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടി ചെയ്യുന്ന, എൻ്റെ കണ്ണിൽ ഞാൻ പലതും കാണുന്നുണ്ട്. ആ വ്ലോഗുകളിൽ അവരുടെ എല്ലാ വ്ലോഗും മിസ് ചെയ്യാണ്ട് കാണുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല പല വിഷ്വൽസ് അവരതിൽ ആഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൂപ്പനെ അമ്മമ്മ അവർ നല്ല രീതിക്കാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്ക് വയ്യാണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഹോം നേഴ്സിനെ വയ്ക്കുന്നു. ഇവൻ അപ്പൂപ്പന്റെ അവസാനത്തെ ടൈമുകളിൽ പോലും നല്ലൊരു ഹോം നേഴ്സിനെ വെച്ചു. ആ പുള്ളി അതുപോലെ ടേക്ക് കെയർ ചെയ്ത് അതിൻ്റെ ഒക്കെ വീഡിയോസ് അവർ സോഷ്യൽ മീഡിയയിൽ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ അപ്പൂപ്പൻ്റെ മരണച്ചടങ്ങുകളും ഒക്കെ അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് ആഘോഷിച്ചത്. ഐ മീൻ ആഘോഷിച്ചതല്ല, എനിവേസ് എന്നാലും നമുക്ക് അങ്ങനെ പറയാം. അവരങ്ങനെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന റീസൺ അവർ പറയുന്നത് അപ്പൂപ്പൻ മരിച്ചു എന്നൊരു അവർക്കൊരിക്കലും ഒരു സങ്കടത്തിന്റെ മോഡിൽ അവർക്കത് ആലോചിക്കാൻ താല്പര്യമില്ല. അവർക്ക് അതൊരു ഗുഡ് മെമ്മറീസ് ആയിക്കോട്ടെ, അപ്പൂപ്പനെ കുറിച്ച് ഓരോരുത്തർ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരൊരു ഇവന്റ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ അമ്മൂമ്മ അല്ലെങ്കിൽ ഈ അപ്പൂപ്പനെ സിന്ധു കൃഷ്ണയും ഫാമിലിയും അവരുടെ പരിമിതികളിൽ നിന്ന് നോക്കാൻ പറ്റുന്നതിലെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തൻവി വന്നത് നല്ലൊരു കാര്യമാണ്. ഒരിക്കലും തൻവിയെ കുറ്റം പറയുന്നില്ല. അമ്മൂമ്മ വിളിച്ചിട്ട് ഒറ്റയ്ക്കാണ് മകളെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി വരാനുള്ള മനസ്സ് കാണിച്ചു. പുള്ളിക്കാരി പറയുന്ന പോലെ അവർക്ക് ഈവൻ അങ്ങോട്ട് ടാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് സാലറി അവർക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അവർക്ക് അത്രയും ഇൻകം ഉള്ളതുകൊണ്ട് അവരങ്ങോട്ട് 4000 കൊണ്ടെന്തോ ഇൻകം ടാക്സ് കൊടുത്തിട്ടാണ് അവർ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഒരുപാട് പേര് അവർക്ക് സജസ്റ്റ് ചെയ്തു, വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് നല്ലൊരു ഹോം നേഴ്സിനെയോ അല്ലെങ്കിൽ ജോലിക്ക് കൂടെ നിൽക്കാൻ ഒരാളെ വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു പൊക്കോളൂ എന്ന് വരെ സജസ്റ്റ് ചെയ്തു. ബട്ട് അവർ തീരുമാനിച്ചത് ഇത്രയും കാലം നോക്കി വളർത്തിയ അമ്മൂമ്മേനെ അപ്പൂപ്പനെയും അവർക്ക് മിസ്സായി. പക്ഷെ അമ്മൂമ്മേന്റെ ആ ഒരു ലാസ്റ്റ് ടൈമിലെങ്കിൽ അവർക്ക് ടേക്ക് കെയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പുള്ളിക്കാരി ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വന്നത്. നല്ലൊരു കാര്യമായി അപ്രീഷിയേറ്റ്. കാരണം ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് ഒരുപാട് അനാഥാലയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. അതിനൊക്കെ റീസൺ ഇതുപോലെ പുറം രാജ്യങ്ങളിലെ മക്കളും ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നാട്ടിലുള്ള അച്ഛനും അമ്മയും ടേക്ക് കെയർ ചെയ്യാതെ വരുന്ന സമയത്ത് അവർക്കൊരു ഷെൽട്ടർ എന്ന രീതിക്കാണ് ഈ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ പെരുകി വരുന്നുണ്ട്. എനിവേസ് അതിലോട്ട് നമുക്ക് പിന്നീട് കടക്കാം. അപ്പോൾ അങ്ങനൊരു ലെവലിലോട്ട് ഈ അമ്മൂമ്മേനെ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആണ് തൻവി നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ഓൾസോ തൻവി പറയുന്നുണ്ട് ആ വീട് അത്രയ്ക്ക് മെസ്സപ്പായി കിടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൈക്ക് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു അവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പൂപ്പന്റെ മരണശേഷം ചിലപ്പോൾ അവർ ക്ലീനിങ്ങിനോ ഒന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അമ്മൂമ്മ ഒന്ന് ഓക്കെ ആകുന്നത് വരെയുള്ള ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ ഒക്കെ പേരിൽ മേ ബി ഈ വീഡിയോ ചെയ്യുമ്പോൾ തൻവി പോലും അവരെ കുറ്റം എന്ന രീതിക്ക് ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് പറയുന്ന ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ലൈക്ക് അവർ ചിന്തിക്കാത്ത തലങ്ങളിലോട്ട് ആ ഒരു ടോപ്പിക്കിനെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത് പ്ലീസ് അവോയ്ഡ് ചെയ്യുക. കുറ്റം പറയാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ എനിക്ക് അധികാരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഓഫ് കോഴ്സ് ഇവർ പറയുന്ന ബ്ലോഗിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പേഴ്സണലി എനിക്ക് അവരുടെ ഫാമിലി എന്താണെന്ന് അറിയില്ല, അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇത്രയും കാലം ഇപ്പൊ തൻവി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് 2-3 ഡേയ്സേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 1 വീക്കേ ആവുന്നുള്ളൂ. അതിന് മുന്നേ വരെ ഈ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഒരു ലൈക്ക് ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു തടസ്സവും കൂടാണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ സിന്ധു കൃഷ്ണ തന്നെയാണ്. അത് അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കാണുന്നുണ്ട്. അവരെ പുറത്തു കൊണ്ടുപോകുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, അവരെ കറങ്ങാൻ കൊണ്ടുപോകുന്നു, അവരെ ടേക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഒക്കെ ഇപ്പൊ വേണമെങ്കിൽ ആളുകൾക്ക് പറയാം വ്ളോഗിനുള്ള കണ്ടന്റ് ആണെന്ന്. ഇവൻ ദോ വ്ളോഗിനുള്ള കണ്ടന്റ് ആണെങ്കിലും അതങ്ങനെ ചെയ്യാനൊരു മനസ്സ് അവർ കാണിക്കുന്നുള്ളൂ. ഈ പറയുന്നത് നമ്മൾ എത്ര പേരുണ്ടായിരിക്കും നമ്മൾ അച്ഛനമ്മേനെയും കൊണ്ട് ഒരുപാട് പണം സമ്പാദിച്ചിട്ട് അവരെയും കൊണ്ട് ഒരു പുറം രാജ്യത്ത് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ അവരെയും കൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കുക. ഞാൻ ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ കൊണ്ട് വല്ലപ്പോഴും ഒരിക്കലും പുറത്ത് പോകുന്ന സമയം കിട്ടുന്നത് എൻ്റെ സമയങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം. ആൻഡ് ഞാൻ എൻ്റെ സോ സാഡ് ടു സേ എൻ്റെ ഫാമിലിയെ കൊണ്ട് ഞാൻ ഇതുവരെ ട്രിപ്പും പോയിട്ടില്ല. അറിയില്ല, ദൈവം സഹിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ സിന്ധു കൃഷ്ണന്റെ പല വ്ളോഗ്സ് അല്ലെങ്കിൽ സിന്ധു കൃഷ്ണന്റെ ഫാമിലിയുടെ ആരുടെയെങ്കിലും വ്ളോഗ് കാണുമ്പോൾ ഞാനും ആലോചിച്ചിട്ട് എൻ്റെ അച്ഛനമ്മയും കൊണ്ട് എനിക്ക് ഇതുപോലെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ കാരണം അവരെല്ലാം ഏജ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ ടേക്ക് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ
ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവരുടെ പ്രയോറിറ്റീസ് നമ്മുടെ പ്രയോറിറ്റീസ് ആയിട്ട് കീപ്പ് ചെയ്ത് അതെല്ലാം കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും. പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. പക്ഷെ അവർക്ക് ആ സാഹചര്യം കിട്ടുന്ന അവർ മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, അവർ ഡോക്യുമെന്റ് ചെയ്തൊരു ബ്ലോഗ് ആക്കുന്നു, ചിലപ്പോൾ അതിൽ നിന്ന് പൈസ കിട്ടുന്നു. പക്ഷെ അവരത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നില്ലേ? ഈ പറഞ്ഞ തൻവി അല്ലെങ്കിൽ ആൾക്കാർ അവർ ഇയർലി അല്ലെങ്കിൽ ട്വൈസ് ഇയർ അവർ നാട്ടിൽ വരുമ്പോൾ ഇവർ നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യുന്നു. ഇനിയിപ്പോൾ അവർ പുള്ളിക്കാരി നാട്ടിൽ നിൽക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യുന്നു, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇന്ന് പുതിയൊരാൾ വന്നപ്പോൾ ഇന്നലെ വരെ കണ്ട ഒരാളെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താനോ തെറ്റു പറയാനോ പാടില്ല. അവരുടെ പരിമിതിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിക്ക് അവർ നല്ലതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇത്രയും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ അവരുടെ ഭയങ്കര ഫാനായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ എല്ലാ വ്ളോഗും മിസ്സാവാണ്ട് കാണുന്നുണ്ടൊന്നും അല്ല. ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിരിക്കാം, അതും മനുഷ്യനാണ്, സംഭവിക്കാം. വീഴ്ചകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ ടേക്ക് കെയർ ചെയ്യേണ്ട ഈ സമയത്ത് ചിലപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടേതായ തിരക്കുകൾ ഉണ്ടാവാം. പക്ഷേ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഒരാൾ വന്ന് അവരെ എന്തെങ്കിലും ബ്ലെയിം ചെയ്തതിന്റെ പേരിൽ ഇന്നലെ വരെ അവർ ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്, അത് ആരും കാണാണ്ടോ അല്ലെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാണ്ടോ പോകരുത്. ഓക്കെ, ബിക്കോസ് ഈ പറയുന്ന തൻവി അല്ലെങ്കിൽ ഇവരെല്ലാം ഒരു ഫാമിലിയാണ്. ഇന്ന് അവരുടെ ഒരു പ്രശ്നം ഉണ്ടായാലും അത് ഒബ്വിയസ്ലി ആ പ്രശ്നം സോർട്ട് ആവും അവർ. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഫേക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം, പക്ഷെ അത് ആരെയും സത്യം പറയാണ്ട് ബ്ലെയിം ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.